ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 സ്പെഷ്യൽ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ബനാന സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നല്ല തണുത്ത പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കട്ടപ്പാലൊന്നുമല്ല, നമ്മളിപ്പോൾ ബനാന അല്ല അടിക്കണത്, അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും കട്ടിയാവും. അപ്പോൾ അത് കാരണത്താൽ തണുത്ത പാല്, പിന്നെ അതിലേക്ക് പിസ്താഷ്യോടെ മിൽക്ക് മിക്സും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഐസ് ക്യൂബും പിന്നെ ഞാൻ കുറച്ച് കസ്കസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസും കൂടിയിട്ട്, ആ ജ്യൂസ് ഞാൻ ഫുള്ള് നന്നായിട്ട് അടിച്ചെടുത്തിട്ടില്ല, നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി മിൽക്ക് മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ആ ഡ്രിങ്കും നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്കും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആപ്പിള്, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനാറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു സ്കൂബ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ കിടിലൻ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.